ഞാൻ 6 ശേഷം ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഷോപ്പിൽ ഞാനാണ് ബിരിയാണി മാസ്റ്റർ. അപ്പൊ ഇവിടെ ഇത്രയും ഒരു ഡെയിലി 10-20 കേജി ബിരിയാണി ഞാനാണ് ചെയ്തത്, ബീഫും ചിക്കനും ഒക്കെ. അപ്പോ അതൊക്കെ ഈ അളവും കറക്റ്റ് ഡെയിലി ഒരേ ലെവലിൽ തേച്ച് കൊടുക്കാൻ വേറൊരാൾക്കും കഴിയില്ല. കാരണം അത് അവിടെ വന്നെ പറ്റുന്നുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് പറയുന്ന ശരിക്ക് പുറത്തുള്ള പടം മനസ്സിലാവില്ല. സാധാരണ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് മനസ്സിലാവുള്ളൂ അരി എത്രമാത്രം വെറൈറ്റീസ് ഉണ്ടെന്നുള്ളതും ആ അരി എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതും എങ്ങനെ കഴിയണം എന്നുള്ളതൊക്കെ സാറ് ഇപ്പൊ ക്ലാസ്സിൽ നമുക്ക് ശരിക്ക് നമ്മുടെ കഴിയുള്ളത്. അതിപ്പോ പുറത്തുനിന്ന് ഒരാൾ കേട്ടാൽ മനസ്സിലാവില്ല. തീർച്ചയായിട്ടും ഈ കച്ചവടം ഒരാള് തീർച്ചയായിട്ടും സാറെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ ബിരിയാണിയുടെ അരികളെ കുറിച്ച് പറഞ്ഞു. ഈ അരികളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്നവര് വാവുന്നു. യൂനസ് ഒരു മിനിറ്റ്, ഒന്ന് ഇട്ടോളൂ. വാവ്, അത് അത്ഭുതമായിട്ട് തോന്നിയവര് വാവുന്നില്ല, അല്ലാത്തവര് തമ്പ് ഡിസ്ലൈക്ക് അടിക്കുക. എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയി നോക്കട്ടെ. ഓക്കെ, എല്ലാവരും ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പോ രണ്ടുപേര് വാവ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ വ്യത്യസ്ത നാടുകളിലെ ബിരിയാണി. അപ്പൊ നമ്മളിവിടെ സിലബസ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഈ എൻട്രി കിച്ചൺ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഈ ആളുകള് ഇപ്പൊ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഇന്നത്തെ ഒരു ശരാശരി ശമ്പളം എന്ന് പറയുന്നത് 800 മുതൽ 1200 രൂപയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു ശരാശരി നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു ദിവസം ജോലിക്ക് പോയാൽ കിട്ടുന്ന ശമ്പളം ഒന്ന് ടൈപ്പ് ചെയ്യൂ. എല്ലാവരും ടൈപ്പ് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾ ആക്റ്റീവ് ആവണം. അതിനകത്ത് എല്ലാം നോട്ട് ചെയ്യണം കേട്ടോ, ആരൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് വേണം ഇവർക്കൊക്കെ നല്ലൊരു ഓഫർ കൊടുക്കാൻ. ഒരാൾ 1200 പറഞ്ഞിട്ടുണ്ട്. എത്ര ശമ്പളമാണ് നിങ്ങളുടെ അറിവിൽ ഇപ്പോൾ ഒരു ജോലിക്ക് പോയാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾ ജോലിക്ക് വിളിച്ചാലോ ഈ ഫീൽഡോ മറ്റു ഫീൽഡിലോ ശമ്പളം എത്രയുണ്ട് നിങ്ങളുടെ അറിവില്? നിങ്ങളുടെ നാട്ടിലെ ഒരാളുടെ നല്ലൊരു കൂലി, ഒരു സ്കിൽ പേഴ്സൺ ആയിട്ടുള്ള ആളുടെ സാലറി പെർ ഡേ ആണ് നമുക്ക് എഴുതുന്നത്. ഒരു ദിവസം 8 രൂപയാണ് ഉള്ളതെന്ന് ഒന്ന് വേഗം ടൈപ്പ് ചെയ്യണം. എല്ലാവരും ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ താഴെ ഷോപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്. തൊട്ടപ്പുറത്ത് 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇത് വരും. $850, 1000. ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ലല്ലോ. ഒന്ന് വേഗം അടിക്കും. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. ഞാനല്ല പറഞ്ഞത്, കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു ചിലര് ക്ലാസ് എന്താ പറയണെന്നുള്ളത്. 100 ഡൽഹി ഏകദേശം നമ്മൾ ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഒരാള് 1200 രൂപ ശമ്പളമാണെന്ന് വെച്ചോളൂ. നല്ല ഹൈ സ്കില്ലുള്ള ആളുകൾക്കാണ് 1500 രൂപ പെർ ഡേ കിട്ടുക. അപ്പൊ 1500 രൂപ ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല സ്കില്ല് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് വേണം. അങ്ങനെ തന്നെ അല്ലേ അതിന്റെ ആണെന്നുള്ളൊരു ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലാത്തൊരു ഗോ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. 1500. കുറെ എല്ലാവരും നമ്മള് അത് നല്ല സ്കില്ല് വേണമെന്നാണ്. അപ്പൊ ഉദ്ദേശം നമ്മളൊരു MBBS ഡോക്ടർ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ MBBS കഴിഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരു 35 to ഒരു 55 ഉള്ളിലാണ്. ആവറേജ് സാലറി 50-ക്കുള്ളിലാണ് ഇപ്പോഴും. പക്ഷെ ആ വിദ്യാർത്ഥി വലിയൊരു ലോൺ എടുത്തിട്ടാണ് പഠിച്ചെങ്കിൽ ആ വിദ്യാർത്ഥി ഒരു അടുത്തൊരു 10 കൊല്ലെങ്കിൽ ലോൺ അടയ്ക്കലും അല്ലെങ്കിൽ 15 കൊല്ലം ലോൺ അടയ്ക്കലായിരിക്കാനുള്ള പണി മിനിമം. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും പഠിക്കാൻ സാധിക്കില്ല. വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ് നത്തിങ് യു ഗെറ്റ്. ഓക്കെ. അപ്പൊ ഇത് വെച്ച് നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചാണ്. ഇപ്പോ ഞങ്ങളിപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ബിൽഡിങ്ങിന് 50,000 രൂപ റെന്റ് ഉണ്ട്. ഏകദേശം ഒരു 3 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഈ 50,000 കിട്ടുന്നത്. നമ്മൾ എന്ത് സ്കില്ലും നമ്മൾ അറിയുന്നില്ല. നമ്മൾക്കൊരു
ഒരു ചുമര് തേക്കുന്ന, ഈ പെയിന്റ് അടിച്ചിട്ടുള്ള ആൾക്ക് അയാളെ ആ സ്കില്ല് ആ ഒരു ലെവലെത്താൻ അയാള് 5 മുതൽ 10 കൊല്ലമെങ്കിലും അയാള് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും റെഗുലറായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ സ്കില്ല് വർദ്ധിക്കുകയും ഒരു നല്ല സാലറിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എത്തില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു തരത്തില് നമ്മൾ സമയോ ഒക്കെ മൊബൈലായിട്ട് ചാർജ് കുറവെന്ന് പറയുന്നുണ്ട്, ചാർജ് ചെയ്തോളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്കില്ല്, എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പാദിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ കമ്പനിക്ക് ഒരു ലക്ഷ്യമുള്ളത് നമ്മളുടെ സ്റ്റുഡൻസിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു 3 മുതൽ സ്റ്റെപ്പായിട്ട് രൂപ മുതൽ 1 കോടി രൂപ വരെ വളരെ ക്ലീനായിട്ട് സമ്പാദിക്കാവുന്ന ഒരു ഓപ്ഷൻ. ഇതിൽ ഷാഫി എന്ന് പറയുന്ന ആളുടെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് എല്ലാവർക്കും. ഹായ് ഷാഫി, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹായ് ഷാഫി, ഷാഫിനൊന്ന് റിമൂവ് ചെയ്യും. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. വേറെ ആരോ ഒരാളും കൂടെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സാമ്പത്തികമായിട്ട് ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരു 30,000 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മാസം എത്ര രൂപ വരുമാനം കിട്ടിയാൽ കൊള്ളാം എന്ന് വെച്ച് നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം അല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കില്ല് അനുസരിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയാൽ ഐ എം വെരി ഹാപ്പി. അത് ചിലപ്പോൾ 40,000, ചിലപ്പോൾ 50,000 ആ എമൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തു പെട്ടെന്ന് വിടണേ എല്ലാവരും. പെട്ടെന്ന് വിട്ടാൽ പെട്ടെന്ന് നമ്മുടെ അടുത്തടുത്ത സബ്ജക്റ്റിലേക്ക് അച്ഛനൊക്കെ ഒന്ന് കടന്നു പോവാം. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വിടും എല്ലാവരും. ഒരാൾക്ക് 50,000 ഒരാൾക്ക് 50,000 ഒരാൾക്ക് 35,000 കിട്ടിയാൽ മതി. 35,000 ഈ ചോദിക്കുന്ന എമൗണ്ടിലേക്ക് പിന്നീട് നിങ്ങളുമായിട്ട് ഞാൻ വീണ്ടും ഡിസ്കഷന് വരും. ഈ ക്ലാസ് കഴിഞ്ഞാലും ഡിസ്കഷൻ നമ്മളിതൊക്കെ റെക്കോർഡിക്കലാണ്, നമുക്ക് അറിയാൻ പറ്റും ഇന്ന ആൾക്ക് ഇത്ര രൂപയുടെ ആവശ്യമാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കും. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ട അതിന്റെ അപ്ഡേറ്റ്സ് തരാനും കൂടിയിട്ടാണ് ചോദിക്കുന്നത്. ഇനി ആളുകൾ വിടാനുണ്ടല്ലോ, എല്ലാവരും വിടും. ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്. പെർ മന്ത്, അതെ, 1 മാസത്തേക്കാണ്. 1 മാസത്തേക്ക് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയാൽ നിങ്ങളുടെ ഒരു നല്ലൊരു ലൈഫ് പോകും എന്നാണ്. 50,000 രൂപയാണ് പത്തിയിട ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈസി എടുക്കാവൂ കേട്ടോ, നേരിട്ടിരിക്കും. ഒരാൾ 1 ലക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. കമൽ, അടുത്ത ആള് എല്ലാവരും ഇട്ടോ? ഓക്കെ, അടുത്ത് നമ്മള് ഈ 1 ലക്ഷം രൂപ കിട്ടോ ഇല്ലയോ, അതിപ്പോ ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ 1-2 വിദ്യാർത്ഥികളുണ്ട്. മിസ്റ്റർ യൂനസിനോടാണ് ചോദിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ ഇവർക്ക് 50,000 1 ലക്ഷമോ രൂപ ഉണ്ടാക്കാനുള്ള ബിരിയാണി വെച്ചാൽ മാത്രമാണോ നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നത്, അതോ സ്ട്രാറ്റജിക്കലായിട്ട് അത് നടപ്പിലാവും? അതാണ് പറയൂ. ഞാന് സത്യത്തില് ബിരിയാണി പഠിക്കാനാണ് വന്നത്. ബിരിയാണി എന്നുള്ളത് ഒരു ഷോപ്പ്, അതെ സാർ. ഞാൻ അതിന്റെ തുടക്കത്തിലുള്ള ഒരു സംഭവം പറയട്ടെ. ഇൻട്രോ പറഞ്ഞോളൂ. ഞാൻ ഷോപ്പ് കുറച്ച് ലോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് ലോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഏത് രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് സാറിന്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നത്. അപ്പൊ ആ സമയത്ത് അവസാനത്തെ ഒരു പരീക്ഷണം എന്നുള്ള രൂപത്തില് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം വന്നതാണ്. പക്ഷെ അത് വന്നതോട് കൂടിയിട്ട് ഇപ്പോ ഞാന് 3 മാസമായി കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി വീണ്ടും അവിടെ വന്നു. ഷോപ്പ് ഒന്നും കൂടി ഉയർച്ചയിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഒരു ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു. സാറിന്റെ ഒരു സ്റ്റുഡന്റ് തന്നെ എന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഇപ്പൊ ആഡ് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടി ജോയിന്റ് ആയിട്ടാണ് ഇപ്പൊ 2ാമത്തെ ഷോപ്പ് ഇപ്പൊ തുറന്നത്. അപ്പൊ നല്ല കച്ചവടത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഉഷാറായിട്ട് നല്ലൊരു കോൺഫിഡന്റ് ഉണ്ട്. ഇനിയും ഷോപ്പുകൾ 1 വർഷത്തിനിടയില് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് കോട്ടക്കൽ ചങ്കുവട്ടിയില് ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിന്റെ മുന്നിലാണുള്ളത്.
10 വർഷമായിട്ട് ഞാൻ ഫ്രണ്ടില് ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാഭം കാണാൻ നല്ല നഷ്ടത്തിലായിരുന്നു ഇതുവരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം നല്ലൊരു കോൺഫിഡന്റ് ആയി ചെയ്തു. പഴയതിലും കൂടുതൽ നഷ്ടം എന്നുള്ള സംഭവം ഇപ്പൊ നിന്നു. ഇപ്പൊ മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട് കാര്യങ്ങള്. നല്ലൊരു കോൺഫിഡന്റ് ഉണ്ട്. ആ കോൺഫിഡന്റ് കൂടിയിട്ടാണ് വേറെ ഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പൊ അതാണ് ഞാൻ എൻട്രി വരാണ്ടായ കാരണം. അതോടുകൂടി ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതോടുകൂടി വന്നിരുന്നു. അത് ഞാൻ പാടെ ഉപേക്ഷിച്ചു. ഇപ്പം അത് ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ബിരിയാണി എന്നുള്ള സംഭവം പഠിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നത്. വന്നിട്ട് ഇപ്പൊ അവിടുന്ന് ചൈനീസ് പഠിച്ചു. ചുരുക്കി പറഞ്ഞാൽ സാമ്പാർ വരെ ഉണ്ടാക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു. കടലക്കറി അതിന്റെ ഒരു ഹോട്ടൽ തുടങ്ങാന്, നല്ല രീതിയിൽ ഹോട്ടൽ തുടങ്ങാൻ എന്തൊക്കെ വേണ്ടോ അതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചു. പണ്ടാരി ലീവായ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരാഴ്ചയോളം ഞാൻ ഉഷാറായിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി. സാധാരണ ഗതിയിൽ പണ്ടാരി ലീവ് ആയതുകൊണ്ട് 1-2 ദിവസം കൂട്ടിയിട്ട ഹോട്ടലായിരുന്നു എൻ്റെ ഒരു മുന്നേ. ഇപ്പൊ പണ്ടാരി ലീവായിട്ടും കഴിഞ്ഞ ദിവസം പണ്ടാരിക്ക് എന്തോ ഒരു ഹോസ്പിറ്റലാണ് പറഞ്ഞു കേട്ടു ഞാൻ. ഹോസ്പിറ്റലിൽ അതാണ് അറിയിച്ചിരുന്നു. എന്നിട്ട് ഓരോ എനിക്കൊരു ടെൻഷൻ ആയില്ല. അതൊക്കെ ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞാൽ നമ്മള് 10 എന്ത് പറ്റിയത് അദ്ദേഹത്തിന്? അതൊക്കെ വെരിക്കോസ് വെയിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് നിന്ന് പണിയെടുക്കുന്നതല്ല. അപ്പൊ അതൊരു പൊട്ടിയ വിഷയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എമർജൻസിയിലായി ICUലൊക്കെ ആയിരുന്ന ആള്. അപ്പൊ എന്നിട്ട് പോലും എനിക്ക് ഒരു ടെൻഷൻ, ഈ ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ വന്നിട്ടില്ല. വെറും 3 മാസം മുന്നെയാണ് ഞാൻ കോഴ്സ് ചെയ്യാൻ വന്നത്. 6 ദിവസത്തെ കോഴ്സ്. ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ഒരു 6 ദിവസം കൊണ്ട് എനിക്ക് ഏകദേശം ക്ലിയർ ആയി. പക്ഷെ വീണ്ടും ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഒരാഴ്ച വീണ്ടും നിന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം വെറും ബിരിയാണി, ഈ ഒരു ഫീസിൽ എനിക്ക് ബിരിയാണി മാത്രമാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു വിധം ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാൻ, പപ്സ് ഉണ്ടാക്കാൻ അത് പഠിച്ചു. ചൈനീസ് ഐറ്റംസ് ഒരുപാട് പഠിച്ചു. ഇന്നിപ്പോ ചൈനീസിന്റെ ഒരാളുണ്ട്, സ്റ്റാഫ് ഉണ്ട്. പക്ഷെ അവൻ ലീവ് ആയാൽ പോലും ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കൻ കടായി, കൊണ്ടാട്ടം ഐറ്റംസ് സ്വന്തമായിട്ട് ചെയ്യാം. ചൈനീസ് ലീവ് ആയാലും എല്ലാം ഭയങ്കര ക്വാളിറ്റി. ഞാനൊക്കെ ചെയ്തിരുന്നത് ഏറ്റവും ലോക്കൽ ക്വാളിറ്റിയിലാണെന്നുള്ളത് പിന്നീട് മനസ്സിലായത്.